ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളെ സോൾവാങ് എന്ന പേരുള്ള ഡാനിഷ് സ്റ്റൈല് വില്ലേജിലേക്ക് പോയതാണ് കേട്ടോ. ഇത് അവിടുത്തെ ഓൾഡസ്റ്റ് വിൻഡ് മില്ലാണ് കേട്ടോ. വിൻഡ് മില്ല് എന്താണെന്നറിയാലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. പിന്നെ ഇവിടെ US എല്ലാ സിറ്റിയിലും ഇതുപോലത്തെ ബസ്സുകൾ ഉണ്ടാവും കേട്ടോ. സിറ്റി ടൂർ ബസ്സുകളാണ്. അപ്പോൾ നമുക്ക് അഡ്വാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസമായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇതിപ്പോൾ വലിയ ഹോളിഡേ ഒന്നും അല്ലാത്തത് കൊണ്ട് ടിക്കറ്റ് കിട്ടാൻ എളുപ്പമായിരിക്കും. വലിയ ഹോളിഡേ ഒക്കെ ആണെങ്കിൽ നേരത്തെ റിസർവ് ഒക്കെ ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ ബസ്സുകളിൽ പോകാനായിട്ട്. അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ ആ സിറ്റിയുടെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് നമ്മുടെ അവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ ആ വ്യൂ കൂടെയൊക്കെ നമ്മളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. എവിടെ നമ്മൾ ഇറങ്ങാനൊന്നും പറ്റൊന്നുമില്ല, ജസ്റ്റ് റൈഡ്. അപ്പോൾ ഞങ്ങൾ ആ വില്ലേജിൽ കൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വന്നതാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഡാനിഷ് സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാം എന്നല്ലാതെ. പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം ഷോപ്പ് തപ്പി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീം ഷോപ്പിൽ ഫ്രീ സാമ്പിൾ തരില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേറെ ഒരെണ്ണം കണ്ടുപിടിക്കാമെന്ന് കരുതി. രണ്ടാമത് പോയ ഐസ്ക്രീം ഷോപ്പിലും ഫ്രീ സാമ്പിൾ തരില്ല എന്ന് പറഞ്ഞു. പിന്നെയും ഐസ്ക്രീം ഷോപ്പ് തപ്പി നടക്കില്ലെന്ന് കരുതി അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സോൾവാങ് ക്രിസ്റ്റൽസ്, ഓൾഡ് ഡാനിഷ് ഫുഡ് ഫാം. ഏതാ വേണ്ട? റബേക്കയ്ക്ക് ഏതാ വേണ്ട? കഴിക്കണത് മേടിച്ചോളൂ കേട്ടാ. സാധാരണ നമ്മൾ ബാസ്കിൻ റോബിൻസണിലൊക്കെ പോകുമ്പോൾ അവിടെ ചെറിയ സ്പൂണിൽ നമുക്ക് സാമ്പിൾ തരും. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മേടിച്ചാൽ മതി. ഇതിപ്പോൾ അവരങ്ങനെ നമുക്കൊരു ചാൻസ് തന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുക്കുമോ ചോദിച്ചപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുട്ടികളല്ലേ, ചിലപ്പോൾ അവർ നീല കളറ് പിങ്ക് കളറൊക്കെ കണ്ടിട്ടായിരിക്കും ഇത് ചോദിക്കണതേ. ഷോ മീ ദ റിയാക്ഷൻ വീഡിയോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തോടെ എന്തിനാണ് പോണേ, നല്ല വെളിച്ചമുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 7 മണി ആവാനാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ 7 മണി അടിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കും കേട്ടോ. ഈ സിറ്റികളൊക്കെ ഏർലി സ്ലീപ്പിംഗ് സിറ്റി എന്നായിരിക്കും പറയുക. 7 മണിയുടെ മണിയടിച്ചത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ പുറപ്പെട്ടാൽ 9 മണിയോട് കൂടി ഞങ്ങൾ വീട്ടിലെത്തുള്ളൂ. വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം. പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നമ്മൾ ചെയ്യണ്ടേ, ജോലി എടുക്കണ്ടേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.